ഭീമസേന പുത്രനായ ഘടോത്കചന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് അറിയാമോ? ഭീമസേനൻ രാക്ഷസിയായ ഹിഡുംബിയിൽ ജനിച്ച പുത്രനാണ് ഘടോത്കചൻ. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം ദിവസം ജയദ്രഥന്റെ മരണശേഷം സൂര്യാസ്തമയം കഴിഞ്ഞ് യുദ്ധം തുടർന്നപ്പോൾ ഘടോത്കചൻ രാത്രിയിൽ അവന്റെ ശക്തികൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചു. കാരണം അസുരന്മാർക്ക് പരിധിയില്ലാത്ത വലിയ ശക്തിയും ധൈര്യവും ഉണ്ടായിരുന്നു. ഘടോത്കചൻ പൂർണ്ണ ശക്തിയോടെ കൗരവരെ ആക്രമിച്ചു. ഒടുവിൽ കർണനും ഘടോത്കചനും തമ്മിൽ യുദ്ധം നടന്നു. ഭീമാകാരമായ അസുരനെതിരെയുള്ള തന്റെ ശ്രമങ്ങൾ നിഷ്ഫലമാകുന്നത് കണ്ടപ്പോൾ കർണൻ തന്റെ പ്രധാന ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഘടോത്കചനുമായി ഏറ്റുമുട്ടി. ഒരു വിധേനയും ഘടോത്കചനെ കൊല്ലുന്നതിൽ പരാജയപ്പെട്ട കർണൻ അവസാന ആശ്രയമായ വേൽ പുറത്തെടുത്തു. ഈ ശക്തമായ വേൽ ഇന്ദ്രൻ തന്റെ കവചകുണ്ടലങ്ങൾക്ക് പകരമായി അദ്ദേഹത്തിന് നൽകിയതാണ്. ഇത് ആരുടെ നേരെ എറിയപ്പെടുന്നുവോ ആ വ്യക്തി കൊല്ലുമെന്ന് ഉറപ്പായിരുന്നു. അർജുനെ കൊല്ലാൻ കർണൻ കരുതിവച്ചിരിക്കുകയായിരുന്നു. കർണൻ ഘടോത്കചന് നേരെ അത് ഉപയോഗിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ശക്തമായ വേൽ തന്റെ മാറിൽ പ്രവേശിച്ചു എന്നറിഞ്ഞ നിമിഷം പാണ്ഡവരെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ ഘടോത്കചൻ തന്റെ ശരീരം പർവ്വതാകാരമാക്കി. ആകാശത്തുനിന്നു ഭൂമിയിൽ പതിച്ച ഭീമപുത്രന്റെ ശരീരം ദുര്യോധനന്റെ ഒരു അക്ഷൗഹിണി സൈന്യത്തെ ഞെരിച്ചുകൊന്നു. മരണം മാടി വിളിച്ചപ്പോഴും പാണ്ഡവർക്ക് വേണ്ടി പോരാടിയ കരുത്തനായ ഘടോത്കചനെ വധിച്ച ശേഷം വേൽ അന്തരീക്ഷത്തിൽ ലയിച്ചു. നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക.